അപ്പൂനെ കൊണ്ട് തോറ്റ് എവിടെ ഇറങ്ങണമെങ്കിലും അവളുടെ കയ്യിൽ വല്ലതും കഴിക്കാനെന്ന് പറയുന്ന ഒരു സാധനം അവളുടെ കയ്യിലില്ലെങ്കിൽ അവൾ ഇറങ്ങത്തേയില്ല. അപ്പോൾ ഞാനും അപ്പവും കൂടി ഇന്ന് ഉച്ചയ്ക്ക് ഒരു മൂവി കണ്ടാലോ എന്നുള്ള ഒരു പ്ലാനിൽ ഞങ്ങൾ രണ്ടുപേരും പുറത്തോട്ട് പോവുകയാണ്. കാണാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് സെക്കൻഡ് ചോയ്സാണ്. കാരണം ഞങ്ങൾ എത്താറായത് ഒരു 2:20 അവിടെ എത്തിയത് തന്നെ. അപ്പോൾ ഏത് മൂവിയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലായി കഴിഞ്ഞല്ലോ. അതേ സുഹൃത്തുക്കളെ, പ്രകമ്പനം. പേര് പോലെ തന്നെ സിനിമ വേറെ ലെവലാണ്. അപ്പോൾ ചെന്ന് കയറുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ 2-3 സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടാണ് കയറിയത്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു ഉച്ചയായതുകൊണ്ട്. വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ സിനിമയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്താണെന്നറിയില്ല, അയ്യോ എനിക്ക് പണ്ട് മുതലേ ഗണപതിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഞ്ഞിലേക്കുള്ള ഒരു ചിത്രശലഭങ്ങളുടെ വീട്, പിന്നെ മറ്റേ വിനോദയാത്രയിൽ ഗണപതിയുടെ പാട്ട്, എൻ്റെ മോനെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരനെ വലുതായിട്ട് കണ്ടപ്പോൾ ഒരു ചെറിയ രീതിയിലൊക്കെ ക്രഷ് അടിച്ചു എന്നൊക്കെ വീണ്ടും പഴയ ഉള്ളിൽ എന്താ നൊസ്റ്റാൾജിയ പോലെയൊക്കെ തിരിച്ചു വന്നു എന്നൊക്കെ പറയാം. അപ്പോൾ സിനിമ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. സ്റ്റാർട്ടിങ് ടിൽ എൻഡിങ് നമ്മളെല്ലാവരും ചിരിച്ച്, ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു. എനിക്ക് അല്ലെങ്കിൽ തന്നെ ചെറിയ തമാശകൾ കേട്ടാൽ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സിനിമയുടെതും കൂടെ കണ്ടപ്പോഴേക്കും ഭയങ്കരമായിട്ട് ചിരിച്ച് ഞാൻ ഒരുപാട് പൊട്ടിച്ചിരിച്ചു. ഇതിൻ്റെ ഇടയിൽ വെച്ച് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ചാവി ഇട്ടിട്ട് വന്നായിരുന്നു. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ ചാവി ഇട്ടെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു. പക്ഷെ വന്ന് നോക്കിയപ്പോഴത്തേക്കും വണ്ടിയുടെ ഉള്ളിലല്ലായിരുന്നു, ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്തോ ഭാഗ്യത്തിന് സേഫായിട്ട് എടുത്ത് വെച്ചുകൊണ്ട് എനിക്ക് ഇൻ്റർവെല്ലിന് തന്നെ തിരിച്ച് കിട്ടി. അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും അമ്മയും ഓഫീസിൽ നിന്ന് ഇറങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ അട്ടക്കുളങ്ങരയുള്ള ഫുഡ്, അയ്യോ കടയുടെ പേര് ഞാൻ മറന്നു, ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അമ്മേനെ ഓഫീസിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ 3 പേരും കൂടെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ സ്വന്തം മന്തി കഴിക്കാൻ കയറിയതാണ്. ഇവിടെ മന്തിക്ക് പുറത്തുള്ള കിട്ടുന്നതിനും കാട്ടി റേറ്റ് കുറച്ച് കുറവാണ്. പക്ഷേ ടേസ്റ്റ് ഉണ്ടോയെന്ന്, ടേസ്റ്റ് വൈസ് ആണെന്ന് വെച്ചാൽ കൊള്ളാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓക്കെ ആണ്. നല്ല പെർഫെക്റ്റ് മന്തി പോലെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചത് ഷവായ മന്തിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. റൈസൊക്കെ നല്ല ക്വാണ്ടിറ്റിയിലായിരുന്നു തന്നത്. ചിക്കൻ പീസൊക്കെ അത്യാവശ്യത്തിനധികം നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഈ ചെസ്റ്റ് പീസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊതുവേ വലിയ താല്പര്യം ഇല്ലാത്തതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഹാർഡ്നെസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഒരു ഓക്കെ മന്തിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. കാരണം വിശന്നിരുന്നാൽ എനിക്ക്, അതായത് വിശന്നിരിക്കുമ്പോൾ പട്ടിക്ക് പുല്ല് കൊടുത്തിരുന്നാലും പുല്ല് കഴിക്കുമല്ലോ, അതുപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാനിരുന്നത്. കിട്ടിയ പാടെ തന്നെ നല്ല രീതിയിൽ അകത്താക്കി കഴിഞ്ഞു. കാരണം അത്രയും സമാധാനവും വിശപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വേറെ സാധാരണ 7up എന്തെങ്കിലും ജ്യൂസൊക്കെ വാങ്ങിക്കാറുണ്ട്. ഇന്നപ്പോൾ പിന്നെ വിചാരിച്ച് വേണ്ട, വെള്ളം കുടിച്ച് തന്നെ നിറയ്ക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിച്ച്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് കുഴപ്പമില്ലാതെയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം അമ്മ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വലിയ കാര്യത്തിൽ കൊള്ളാമെന്ന് തലയാട്ടിയിട്ട് അമ്മ പറഞ്ഞു കുഴപ്പമില്ല, ബാക്കിയുള്ള ഷോപ്പിൽ നിന്ന് കഴിക്കുന്ന അതേ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല, ഇവിടെ വേറൊരു ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ബില്ലൊക്കെ കൊടുത്തിട്ട് അമ്മ തിരിച്ച് അവിടെ നിന്ന് നേരെ ബസ്സിൽ ഇങ്ങോട്ട് വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാനും അനിയത്തിയും കൂടെ വണ്ടിയിൽ തന്നെ തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.